പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രായോഗികമായി വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്നത്. നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മെ വേദനിപ്പിച്ചവരെ, അല്ലെങ്കിൽ നമ്മെ കുറ്റം പറഞ്ഞവരെ, അല്ലെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്തവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ, നമ്മെ വേദനിപ്പിക്കുന്നവരെയെല്ലാം നമുക്ക് സ്നേഹിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികളുടെ നമ്മുടെ മനസ്സിൽ വൈരാഗ്യബുദ്ധിയോടെയാണ് നാം കാണുന്നത്. നമുക്ക് സാധിക്കുമെങ്കിൽ പ്രതികാരം ചെയ്യാനും നാം ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ എന്നാണ്. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രധാനമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ദൈവത്തിന് നമുക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. അതോടൊപ്പം തന്നെ നാം നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മോട് ക്ഷമിക്കുന്നത്. അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പ്രലോഭനത്തിൽ അകപ്പെടുത്തരുതേ. അപ്പോൾ ക്ഷമിക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് സാത്താനാണ്. ആ സാത്താൻ്റെ പ്രലോഭകൻ്റെ പ്രവർത്തനങ്ങളിൽ നാം വീണു പോകരുത്. അവൻ കൊണ്ടുവരുന്നതെല്ലാം തിന്മയാണ്. അപ്പോൾ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളത്. ഇത് തന്നെയാണ് നാം പ്രാവർത്തികമാക്കാനും ശ്രമിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമുക്കതിനെ സാധിക്കാതെ വരുന്നുണ്ട്. സാത്താൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ, തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നുകയും നാം ചിന്തിക്കുന്നത്, അവരെന്നോട് വന്ന് ക്ഷമ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ക്ഷമിക്കാം എന്ന് ഉള്ളൊരു മനോഭാവമാണ് എന്നിലും നമ്മിൽ പലരിലും ഉള്ളത്. പക്ഷേ നാം ചിന്തിക്കണം, നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശിരസിലേക്കോ ഒരു ചീമുട്ട എറിയുകയാണെങ്കിൽ ആ ചീമുട്ട ആ എറിഞ്ഞവൻ വന്ന് മാറ്റി തരട്ടെ എന്ന് നാം കാത്തിരിക്കാറുണ്ടോ? അതിനു വേണ്ടി നാം ഉടനെ തന്നെ ആ ചീഞ്ഞ മണം നമ്മൾ ശരീരത്തിൽ നിന്ന് മാറ്റാനായിട്ട് നാം വസ്ത്രവുമാർ നമ്മളെ തന്നെ മാറ്റിയെടുക്കും. ഇതുപോലെയാണ് തിന്മ നമ്മളോട് ചെയ്യുന്നവർ. അവൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി നാം കാത്തിരിക്കാതെ നമ്മുടെ ഹൃദയം നിർമ്മലമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചീഞ്ഞ മുട്ട നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും ഇരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ നമുക്ക് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും. അത് ഉണ്ടാക്കുന്നത് സാത്താനാണ്. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് നമുക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിരന്തരം നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നാം ശക്തി പ്രാപിക്കും, ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. യേശുവിനെ വേദനിപ്പിച്ചവരോടും കുറ്റപ്പെടുത്തിയവരും നിന്ദിച്ചവരും ക്രൂശിൽ തറച്ചവരും അവരോടെല്ലാം യേശു ക്ഷമിച്ചു. ആ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള ശക്തി കിട്ടും. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.